നമ്മൾ മാവ് അരച്ചിട്ടുണ്ട്. ഇഡ്ഡലിക്കുള്ള മാവാണ്. കണ്ടില്ലേ, നല്ല കട്ടിക്കണ മാവ് ഇരിക്കണത്. ദോശക്കരക്കണിയിലാറ് ഒന്നുകൂടി ഒരു കട്ടി വേണം. അങ്ങനെ ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2.5 ഗ്ലാസ് അരി പച്ചരിയും ഒരു ഗ്ലാസ് ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവയുമാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ അരി ഒന്നിലും ഉലുവയും ഉഴുന്നും ഒന്നിലുമായിട്ടാണ് നമ്മളിത് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം തികച്ചില്ല. അങ്ങനെയാണത് അരച്ചെടുത്തത്. ഇതിലേക്ക് 1.5 ഗ്ലാസ് ചോറും ഇട്ട് അങ്ങനെ അരച്ചെടുത്തു. നമ്മളുടെ മാവൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ മാവ് നല്ലതുപോലെ പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടോ, നല്ല കട്ടിക്കല മാവിരിക്കുന്നത്. നമ്മൾ ഇളക്കി ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ വെള്ളം തിളച്ചിട്ടില്ല, തിളച്ച് വരട്ടെ. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊക്കെ ഇങ്ങനെ എണ്ണ തടവി കൊടുക്കാം. അങ്ങനെ എണ്ണ തടവി കൊടുത്തത് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് ആവി കയറട്ടെ. ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോരോ കുഴിയിലേക്കും മാവ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് അടുത്ത തട്ടും വെക്കാം. ഇനി ഇതിലൊന്ന് ആവി കയറട്ടെ. അങ്ങനെ ഇതൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്. നമുക്ക് മാവ് ഒഴിക്കാൻ പാകത്തിന് 1 ഗ്ലാസ്സിലേക്ക് മാവ് ഇതുപോലെ നിറച്ച് കൊടുത്തേക്കാണ്. ഇനി നമുക്കിങ്ങനെ ഓരോരോ കുഴിയിലേക്കും ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ലോണം റെഡി ആയിട്ടുണ്ട്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ തട്ടിൽ നിന്ന് എടുത്തു വെക്കാം. അങ്ങനെ തട്ടിൽ നിന്നൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ഇഡ്ഡലി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.